ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പാർലറിലോ സലൂണിലോ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പാർലറും സലൂണും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നായിരിക്കും നിങ്ങൾ അറിയാനുള്ളത്. പാർലർ എന്ന് പറയുമ്പോൾ ഒരു ആള് ഇട്ടിരിക്കുന്ന ഒരു ചെറിയ ഒരൊറ്റ മുറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു സെറ്റപ്പ് കാണത്തില്ലേ, ഒരു ചെറിയ രീതിയിലുള്ള, അതാണ് പാർലർ എന്ന് പറയുന്നത്. അതേസമയം സലൂൺ എന്ന് പറയുമ്പം അത് കുറച്ച് നല്ല വാസ്റ്റ് ആയിട്ടുള്ള, നല്ല എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസുകളും പ്രൊഫഷണലി ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതും പ്രൊഫഷണലി അവർ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതും, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർ പെരുമാറുന്ന രീതിയിലായിരുന്നാലും എല്ലാത്തിലും വ്യത്യാസം കാണും. ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസം കാണും. നീറ്റ്നെസ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. അവർ കസ്റ്റമേഴ്സിനെ ഒരുപാട് നല്ല വെൽക്കമിങ് നേച്ചർ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരുപാട് പല പല പാർട്സ് ആയിട്ട് അവരുടെ സലൂൺ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. റൂംസുകൾ സെപ്പറേറ്റ് ഉണ്ടാവും. അവർക്ക് നല്ല കംഫർട്ടായിരിക്കും, ചെല്ലുന്നവർക്ക് കംഫർട്ടായിരിക്കും. ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അവർ പ്രൊഫഷണലി ഉള്ളതായിരിക്കും, ബ്രാൻഡഡ് ആയിരിക്കും. പിന്നെ സലൂണിലും പാർലറിലും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, സലൂണിലാണെങ്കിൽ ഒരുപാട് ജോലിക്കാരായിരിക്കും. പാർലർ എന്ന് പറയുമ്പം അവരും അവരുടെ ഒരു അസിസ്റ്റൻറ്റോ വല്ലതും കാണും. ചിലപ്പം അവർ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമുക്കിപ്പം ഒരു പ്രാവശ്യം ഐബ്രോസ് എടുക്കാൻ പോകാനൊക്കെ ആണെങ്കിൽ അത് ഓക്കെ, നല്ലതാണ്. പക്ഷെ മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ആൾക്കാരെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം അത്രത്തോളം നീറ്റ്നെസ് കിട്ടും, അത്രത്തോളം നമുക്ക് കെയറിങ് കിട്ടും, എല്ലാം കിട്ടും. നമുക്ക് കാശിൻ്റെ കാര്യത്തിലും ഒരുപാട് വ്യത്യാസം വരും. നിങ്ങൾ ഒരു സലൂണിലായാലും പാർലറിലായാലും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഒരു ഫേഷ്യലിന് പോകുന്നെന്ന് വെച്ചോ, അവിടെ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. നിങ്ങൾക്ക് മുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമെന്ന് പറയുക. അതനുസരിച്ച് അവരൊരു ഫേഷ്യൽ ചൂസ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒന്നും പറയാതിരിക്കുകയും അവർ തന്നെ ചെയ്യുകയും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. നമ്മുടെ കൺസേൺ എന്താണ്? ഇപ്പം നമുക്ക് പിഗ്മെൻറ്റേഷൻ ആണുള്ളത്. അപ്പം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനാണെന്ന് പറയുമ്പോൾ അവരതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റോ ഫേഷ്യലോ വല്ലതും പറയും. അതേസമയം നമ്മൾ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞാൽ അവരെന്തേലും ചെയ്ത് വിടും. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ടാൻ ആണ് റിമൂവ് ചെയ്യാനുള്ള വെച്ചാൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ഫേഷ്യലും അല്ലെങ്കിൽ ക്ലീനപ്പ് ആണെങ്കിൽ ക്ലീനപ്പും ഒക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇന്ന സാധനം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതും പറയണം. അത് പറഞ്ഞാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ് അതവരെ ബോധ്യപ്പെടുത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. പലരും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചില പാർലേഴ്സിൽ ചെല്ലുമ്പോഴേ, മാഡം ഇപ്പം ഈ ഫേഷ്യലുണ്ട്, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, ഇത് ചെയ്താൽ നല്ല, അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ മുഖത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന് എന്താണോ ആവശ്യം അത് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അവരിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ പ്രായക്കാർക്ക് നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും എന്താണ്, നമുക്ക് കൂടുതലും ഉണ്ടാകുക പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളതൊന്ന് ചൂസ് ചെയ്യുക. കുട്ടികളെ പോലെ അല്ല നമ്മുടെ സ്കിന്ന്. നമ്മൾ പിന്നെ അവർ പറയും ഫേഷ്യലിന്, അപ്പം വരുന്ന ചില ആൾക്കാർ ചോദിക്കും ഫേഷ്യലിന് എത്ര, ക്ലീനപ്പിന് എത്ര എന്നൊക്കെ ചോദിക്കും. അപ്പം ക്ലീനപ്പിന് പൊതുവേ പൈസ കുറവാണ്. ഫേഷ്യലിന് എടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ അനുസരിച്ച് പൈസയാകും. പിന്നെ ഫേഷ്യൽ ചെയ്യുമ്പോൾ എന്തായാലും ക്ലീനപ്പിനേക്കാളും പൈസ കൂടുതൽ തന്നെയാണ്. അപ്പം ക്ലീനപ്പ് ഒരിക്കലും നമുക്ക് നല്ലതല്ല. നമുക്കെപ്പോഴും ഫേഷ്യൽ തന്നെയാണ് നല്ലത്. കാരണം എന്താ പറഞ്ഞാൽ, ഫേഷ്യലിൽ എപ്പോഴും നല്ലൊരു മാസ്ക് വരും, നല്ലൊരു മസാജ് വരും. ഒരു 10 മിനിറ്റിൽ കൂടുതലുള്ളൊരു മസാജ് നമുക്ക് കിട്ടും. ഈ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ മെറ്റബോളിസം നല്ലതാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് മസാജ്. കാരണം നമ്മളൊന്നും അധികം മുഖത്ത് മസാജൊന്നും കൊടുക്കാറില്ല. കൊടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോവുക, നിങ്ങളുടെ കൺസേൺ നിങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ അത് എഫക്റ്റീവ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ക്ലീനപ്പ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതേസമയം ഫേഷ്യൽ ആണെങ്കിൽ അതെടുക്കുന്ന പ്രോഡക്ട്സും ഉപയോഗിക്കുന്ന രീതികളിലും എല്ലാം വ്യത്യാസമുള്ളതുകൊണ്ട് ഏകദേശം 1-1.5 മണിക്കൂറിനകം തീരുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത് എപ്പോഴും ഫേഷ്യലിലാണ്. പിന്നെ നിങ്ങൾ എല്ലാ മാസവും ഫേഷ്യൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ മാസവും ഒരേ ഇടത്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഒരേ ആൾക്കാരെ, നിങ്ങളെ മുഖത്ത് മസാജ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കണം. പലരുടെയും പ്രഷർ പല മാതിരി നമ്മുടെ മുഖത്ത് വരുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ മുഖം സാഗ് ചെയ്യും.
നമ്മുടെ സ്കിൻ സാഗ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രഷർ എല്ലാം നമ്മൾ തനിയാണ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമുക്ക് എത്ര പ്രഷർ വേണമെന്നുള്ളത്. ഇത് അവർ നിന്ന് ചെയ്യുന്നവർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ നിങ്ങളത് പറയുക തന്നെ വേണം. നിങ്ങൾക്ക് അവിടെ അപ്പം റിലാക്സ് അല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രഷർ അവർ കൂട്ടി ചെയ്യണേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത് ഇത്രയും വേണമല്ലോ എന്ന്. അങ്ങനെയല്ല, നിങ്ങൾ പറയണം ഇത്രയും പ്രഷർ എനിക്ക് വേണ്ട, എനിക്ക് കുറച്ച് പ്രഷർ ചെയ്താൽ മതി, അല്ലെ എനിക്ക് കൂടുതൽ വേണം. അവർ ചെയ്യുന്നത് കൊടുക്കണ പ്രഷർ കുറവാണെങ്കിലും നിങ്ങൾക്കത് പറയാം എനിക്ക് ഇച്ചിരി കൂടെ പ്രഷർ വേണം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അല്ലാതെ വിചാരിക്കരുത് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിക്കരുത്. ക്ലീനപ്പിലാണെങ്കിൽ മസാജ് വരില്ല, ഫേഷ്യലിന് മാത്രമേ മസാജ് വരുള്ളൂ. അപ്പം നിങ്ങൾ നമ്മുടെ പ്രായക്കാരെ എപ്പോഴും ചൂസ് ചെയ്യാനുള്ളത് ഫേഷ്യലാണ്. ഫേഷ്യൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉടനെ തന്നെ പിന്നെ പിറ്റേന്നോട്ട് ജോലി ചെയ്യാനും അല്ലെങ്കിൽ ചെന്ന ഉടനെ തന്നെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ ഫേഷ്യലും കഴിഞ്ഞ് പോണ വഴി തന്നെ നിങ്ങൾ വെയിലും കൊണ്ട് വീട്ടിൽ പോകാനും ഒന്നും നിൽക്കരുത്. നിങ്ങൾ അത് സൂക്ഷിക്കണം. ഒരു 24 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് സൂക്ഷിക്കണം. നല്ലൊരു സൺസ്ക്രീൻ ഇടണം, നല്ല വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഒരു ഫംഗ്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് തലേന്ന് പോയി ഫേഷ്യൽ ചെയ്യാൻ നിൽക്കരുത്. ഒരു 3 ദിവസം മുന്നേ എങ്കിലും ചെയ്യണം. ചെയ്താൽ മാത്രമേ ഗ്ലോ കിട്ടുള്ളൂ. ഇനി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്താൽ പോരെ, ഇത്രയും ഫൗണ്ടേഷനോ വല്ലതും ഇട്ട് ഒരുങ്ങുന്ന ആൾക്കാരാണെങ്കിൽ. അങ്ങനെയല്ല, ഒരു 3-4 ദിവസം മുമ്പേ നല്ലൊരു ഫേഷ്യൽ എടുത്തിട്ട് ഒരുങ്ങുമ്പോൾ അതിന് കുറച്ചുകൂടെ ഭംഗി വരും. അത് കഴിഞ്ഞ് നല്ലൊരു ക്ലീനപ്പ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ക്ലീനപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡബിൾ ക്ലെൻസിങ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലീനപ്പ് പോയി എടുത്താൽ മതി. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു ക്ലീനപ്പ് ഇങ്ങനെ പറയണം അവരുടെ അടുത്ത്, അപ്പോഴും പറയണം ക്ലീനപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ മുഖം നല്ല അങ്ങ് ക്ലീൻ ആകും. അല്ലാണ്ട് നിങ്ങൾ പോയി ആര് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ ഓരോന്നും ചൂസ് ചെയ്യാനായിട്ട്. ഫേഷ്യൽ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ വെയിലത്ത് പോവുകയോ അല്ലാണ്ട് ഒരുപാട് ജോലി ചെയ്ത് വിയർക്കാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നീന്താൻ പോകുന്നവരാണെങ്കിൽ നീന്താൻ പോകാനോ ഒന്നും ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ എല്ലാം നല്ല ഒരു ഗ്ലോ എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് മേളെന്ന് മാത്രമല്ല ഉള്ളിലോട്ട് നല്ല നല്ല ആഹാരങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏജുകാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ആഹാരം, വെള്ളം, പിന്നെ ഫ്രൂട്ട്സുകൾ അതെല്ലാം കഴിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ മുഖവും നമ്മുടെ ആരോഗ്യവും നല്ലതായിരിക്കും. പിന്നെ വേറെ മെഡിസിൻസ് എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ മെഡിസിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ മുഖത്തിനെയും കുറച്ച് മാറ്റം വരുത്തും. അപ്പോൾ ആ മെഡിസിൻസ് എടുക്കാതെ നല്ല രീതിയിൽ ഫുഡിൽ കൂടെ കൺട്രോൾ ചെയ്ത് ആരോഗ്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന മുഖത്തിനൊക്കെ നല്ല ഭംഗി എന്നും ഉണ്ടാകും. പ്രായം എന്തായാലും തോന്നും, ഇല്ലയെന്നൊന്നും അല്ല. പക്ഷേ നമ്മൾ ചെറുപ്പക്കാരെ പോലെ നന്നായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളൊരു പാർലർ വേണോ ഒരു സലൂൺ വേണോ എന്ന് നിങ്ങൾ തന്നെ ഉൾക്കൊണ്ട് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അവിടെ പറഞ്ഞ് നിങ്ങളുടെ കാര്യം നേടാൻ നോക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം പാർലറും സലൂണും തമ്മിൽ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. പലരും പാർലറിന് സലൂൺ എന്ന് പറയാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല. സലൂൺ വേറെ, പാർലർ വേറെ. ഓക്കെ, ബൈ, ലവ് യു ആൾ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.